എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രമുഖരെ കുറിച്ചും ഒന്നുമല്ല പറയാനുള്ളത്. അതിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണ്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ധാർമ്മികത അത് മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും മനുഷ്യനാണോ അവൻ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ധാർമ്മികത എന്ന് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള മൂല്യങ്ങൾ, അധികാരവും പണവും കൈവരുന്നതോടുകൂടെ മനുഷ്യൻ മൃഗമായി മാറുകയാണെങ്കിൽ അവൻ സഹജീവികൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കുകയില്ല എന്നുള്ളതാണ്. ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആളുകളെ നമുക്കങ്ങനെ കാണാൻ കഴിയും. അത് ആളുകളാവാം, ഒരു കൂട്ടം ആളുകളാവാം, അതല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു സൊസൈറ്റി ആവാം. നമ്മൾ ഫലസ്തീനിൽ നരനായായിട്ട് നടത്തുന്ന ഇസ്രായേലരെയൊക്കെ കുറിച്ച് പറയാറുണ്ട്. അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യര് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ താൻ തന്നെ മതി, തനിക്കപ്പുറം മറ്റൊരു ലോകമില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ മരണവും ഞാനാണ് തീരുമാനിക്കുന്നത്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മരണവും ജീവിതവും അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന കൊടിയ അഹങ്കാരത്തിലേക്ക് മനുഷ്യൻ പോകുന്ന നിമിഷം, ആ ഒരു നിമിഷത്തിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളുടെയൊക്കെ ഉള്ളിൽ ഈ പറഞ്ഞിട്ടുള്ള ആ വൃത്തികെട്ട രീതിയിലുള്ള ചിന്തകളുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കുറ്റം പറയുന്നുണ്ട്. ഇതിൽ പേര് വന്നിട്ടുള്ള ആളുകളെക്കുറിച്ചും പേര് വന്നു എന്ന് പറയുന്ന ആളുകളെക്കുറിച്ചും അവർക്ക് നേരെ വന്നിട്ടുള്ള ആരോപണത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് എപ്സ്റ്റീൻ ഫയൽസിലൂടെ പുറത്തു വന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊരിക്കലും മൗനത്തോടു കൂടെ നിൽക്കരുത്. ഇത് കണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ അത് അധികാരവർഗമാവാം, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാവാം. എന്തിൻ്റെ പേരിലാണെങ്കിലും, എന്തിൻ്റെ പേരിലാണ് അവർ സംഘടിച്ചത് എന്നുണ്ടെങ്കിൽ പോലും അത് എന്താണെന്ന് നോക്കേണ്ടതില്ല. മതമാണെങ്കിലും വേറെന്തെങ്കിലും ചിന്തയാണെങ്കിലും എന്താണെങ്കിലും, ഇനി പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മയാണെങ്കിലും നാടിന് ആപത്താകുന്ന കാര്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണെങ്കിലും നാടിനെ രക്ഷിക്കുക എന്നുള്ളത്, സമൂഹത്തിൻ്റെ സുരക്ഷ, സാമൂഹ്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും നിർബന്ധിത ബാധ്യതയാണ്. അതിന് ശ്രമിക്കേണ്ടതുണ്ട്. ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ നന്മ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹുവിനോട് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ആർജവത്തോടുകൂടി പോരാടാനുള്ള ഈമാനികമായിട്ടുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുമാറാവട്ടെ. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.